25 വർഷക്കാലം നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കോവൂർ കുഞ്ഞുമോൻ ഭരിച്ചതും ഇപ്പോഴത്തെ 10 വർഷം ഭരണമില്ലാതിരുന്നിട്ടും നമ്മുടെ ഈ മണ്ഡലത്തിന്റെ ഒരേ സ്ഥലത്തും ഒരേ ആൾക്കാരെ പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന നമ്മുടെ ഉല്ലാസ് കോവൂർ തന്നെ ഈ പ്രാവശ്യം വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നുള്ള വളരെ പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനോട് ആത്മാർത്ഥമായിട്ട് ജനങ്ങൾ ഇപ്രാവശ്യം രാഷ്ട്രീയത്തിന് അതീതമായിട്ട് വ്യക്തിപരമായിട്ടും നമ്മുടെ മണ്ഡലത്തിൽ കൊള്ളാവുന്ന ഒരു വ്യക്തിയെ നമ്മൾ തെരഞ്ഞെടുത്ത് നമ്മുടെ MLA ആക്കി വിടണമെന്നൊരു ആഗ്രഹത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് എല്ലാവരും പഞ്ചായത്ത് ഇലക്ഷനെക്കാട്ടി വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ പ്രാവശ്യം എല്ലാവരും രംഗത്തിറങ്ങിയത്. അതുകൊണ്ട് ഇപ്രാവശ്യം തീർച്ചയായിട്ടും 9,000-നും 12,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷത്തോടുകൂടി ഉല്ലാസ് കോവൂർ ജയിക്കുമെന്നുള്ള വളരെ പ്രതീക്ഷ എനിക്കുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. കുന്നത്തൂരിന്റെ വികസനത്തെ പറ്റി ഒന്ന് പറയാം. വികസനം നമ്മളിപ്പം ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമായിട്ട് 25 വർഷക്കാലം നമ്മുടെ കോവൂർ നമ്മുടെ MLA ഇവിടെ ഭരിച്ചു. നമ്മുടെ ഏതെങ്കിലും ഒരു വികസനം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? നമ്മുടെ ഒന്ന് ശാസ്താംകോട്ടെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കൊച്ചി ചെറുപ്പകാലം പോലും നമ്മൾ ചന്ത കണ്ടുകൊണ്ട് ഇപ്പൊ ആ ചന്ത ഏത് രീതിയിലായി, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അതെന്തായി, പിന്നെ അതുപോലെ നമ്മുടെ മാലിന്യങ്ങൾ നിങ്ങൾ കാണുന്നല്ലേ ഈ പരിസരത്ത് നടക്കുന്ന മാലിന്യങ്ങൾ, പിന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യങ്ങളൊന്നും നമ്മുടെ MLA നമ്മുടെ നോട്ടത്തിലുള്ള ബാക്കിയുള്ള കുണ്ടറ മണ്ഡലമായാലും നമ്മുടെ കരുനാഗപ്പള്ളി മണ്ഡലമായാലും അതിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ കുന്നത്തൂർ നിയോജക മണ്ഡലം. അത് യാതൊരു സംശയം വേണ്ട. കുന്നത്തൂരിൽ കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമാണെന്ന് അറിയുന്നു. തീർച്ചയായിട്ടും കുടിവെള്ളക്ഷാമം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന നമ്മുടെ ഒരു ഊക്കമുക്ക് ഹോസ്പിറ്റൽ മുതൽ അങ്ങോട്ട് പെരുവേലിക്കര മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ ഓരോ മീഡിയക്കാരല്ലേ, നിങ്ങളത് അന്വേഷിക്കുന്നവരല്ലേ. ഇവിടെ എല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നത് തന്നെ, അതിന് യാതൊരു സംശയം വേണ്ട. ഏറ്റവും കൂടുതൽ വികസനം മന്ദീഭവിച്ചിട്ടുള്ള ഒരു മണ്ഡലം കുന്നത്തൂർ തന്നെ, യാതൊരു സംശയം വേണ്ട. ശാസ്താംകോട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ കുറിച്ച് പല കംപ്ലൈന്റ്സുകളും വരുന്നുണ്ട്. അപ്പം അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും 25 വർഷക്കാലം കൊണ്ട് നമ്മുടെ ശാസ്താംകോട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പണി നടക്കുന്നു, കോടികൾ മുടക്കി പണി നടക്കുന്നു, ഒരു വികസനം ഉണ്ടാവുന്നില്ല. ഇന്ന് തന്നെ നമ്മൾ രാവിലെ ആൾക്കാർ ചെല്ലുന്ന ആയിരക്കണക്കിന് ആൾക്കാർ വെയിൽ കൊണ്ടിട്ട് തളർന്നു വീഴുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ശാസ്താംകോട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു മണ്ഡലമാണ് കരുനാഗപ്പള്ളി CR മഹേശ്വർ ഭരിക്കുന്നത്. ആ കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിൽ നിന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ കാട്ടി എല്ലാ ഡോക്ടർമാരും 24 മണിക്കൂറും ഡോക്ടർമാരുള്ള ഒരു ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ നമ്മുടെ കുണ്ടറ ഇരിക്കുന്നതും VC വിഷ്ണുനാഥ് ഭരിച്ച ഒരു മണ്ഡലമാണ്. അവിടുത്തെ വികസനവും നമ്മുടെ കുന്നത്തൂരിലെ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA ഭരിക്കുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതപ്പതിച്ച് കിടക്കുന്ന ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ കുന്നത്തൂർ നിയോജക മണ്ഡലം അല്ലാതെ മറ്റൊരു മണ്ഡലം ചൂണ്ടിക്കാട്ടാൻ പറ്റത്തില്ല. നമ്മുടെ കുന്നത്തൂര് ടൂറിസ്റ്റ് മേഖലയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കുന്നത്തൂർ ടൂറിസ്റ്റ് മേഖല ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് മേഖലയിൽ ഏറ്റവും ഒന്നാമത് നിൽക്കേണ്ടത് നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ കുന്നത്തൂർ ശാസ്താംകോട്ടയാണ്. ഈ ശാസ്താംകോട്ട കായലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വികസനം അവിടെ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ പുണ്യക്ഷേത്രമായ ശാസ്താംകോട്ട ക്ഷേത്രം, മയ്യത്തിങ്കര പള്ളി, മലനട ക്ഷേത്രം, ഇതിനെല്ലാം കൂടി ഉത്ഭവിച്ചുകൊണ്ട് നല്ലൊരു വികസന പ്രവർത്തനം കാഴ്ചവെക്കാമായിരുന്നു. അവിടെ പോലും നമ്മുടെ MLAക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു വികസന കാര്യങ്ങളും. ഇപ്പോൾ ഈ ചിറയുടെ വികസനം, അവിടെ സ്റ്റേഡിയവും ഒരു പാർക്കും ഒക്കെ വരുമെന്ന് അറിഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് അതിനെപ്പറ്റി ഒരു അനക്കം പോലും ഇല്ലല്ലേ. ഇന്നത്തെ ഒരു MLA എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരു അനക്കം പോലും ഇല്ലേ. ആൾക്കാരെ കാണുന്നു, ചിരിക്കുന്നു, പോകുന്നു, അത്രമാത്രം. അതാണ് നമ്മുടെ വികസനം എന്ന് പറയുന്നത്. ആരെ കണ്ടാലും കൈപൊക്കി കാണിക്കുക, അല്ലാതെ ഒരു വികസനം നമ്മുടെ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ നമ്മുടെ കാഴ്ചപ്പാടിലില്ല. അപ്പം ഈ 5 ടേമും ഒരു വികസനം ഉണ്ടായിട്ടില്ലെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും 5 ടേമിലും ഒരു വികസനവും നമ്മുടെ സാധാരണ പരിസരത്തുള്ള മണ്ഡലത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ ഒരു വികസനവും ഉണ്ടായിട്ടില്ല. റോഡ് സംബന്ധമായിട്ടായാലും നമ്മുടെ കുടിവെള്ളം ഉണ്ടായിട്ടായാലും നമ്മുടെ ടൂറിസ്റ്റ് മേഖലയായിട്ടും ഒക്കെ ഏതുകൊണ്ടും പരാജയം സംഭവിച്ചിരിക്കുന്ന നമ്മുടെ കുന്നത്തൂർ നിയോജക മണ്ഡലം തന്നെയാണ്. ഇവിടുത്തെ യുവാക്കളുടെ ഒരു തൊഴിൽ പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ ഒരു വ്യാവസായിക സ്ഥാപനം ഇതുവരെ വന്നിട്ടുണ്ട്? തീർച്ചയായിട്ടും ഇല്ല. ഒരു സ്ഥാപനം, പുതിയ ഒരു IT മേഖല പോലെ ഒരു സ്കൂളുകളോ ഒരു ഹെൽത്തിന്റെ ഒന്നും നമ്മുടെ കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ പുതിയ ഒരു വികസനം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ ഗൾഫ് നാടുകളിലെ കൂട്ട് ഒരു വലിയ വലിയ കമ്പനികൾ ഇവിടെ പ്രവർത്തിച്ചു വന്നു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ചെറുപ്പക്കാരികൾക്കും ജോലി സാധ്യത കൂടുതലല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ എത്രയോ സമ്പന്നരായ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില്. അവർക്കെല്ലാം നമ്മുടെ നാട്ടിൽ ഒരു ഏതെങ്കിലും ഒരു മേഖല, ഒരു തൊഴിൽ സംബന്ധമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മുടെ കുന്നത്തൂർ മേഖല എന്ന് പറയുന്നത്.